ടെസ്റ്റിമോണിയൽ നോളജിൽ ഏറ്റവും കൃത്യമായി കൊണ്ട് പഴുതടച്ചുകൊണ്ട് ആ മാർഗം ഇസ്ലാമിക ഉസൂലുൽ ഹദീസിൽ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിജ്ഞാന ശാഖയിലും അതുപോലെ തന്നെ ഖുർആനിന്റെ വിഷയത്തിലും അത് തീർത്തും ഒരു തരത്തിലുള്ള പഴുതുമില്ലാത്ത രൂപത്തിൽ അത് സ്ഥാപിക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. മുറിയാത്ത കണ്ണികളാണ് ഹദീസിന്റെ വിഷയത്തിൽ, ഖുർആനിന്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒന്ന് പറഞ്ഞുവെന്ന്, അതുപോലെ തന്നെ കൽപ്പിച്ചുവെന്ന്, അല്ലെങ്കിൽ മൗനാനുവാദം കൊടുത്തുവെന്ന് വെറുതെ രേഖപ്പെടുത്തുകയല്ല, മറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആരോട് പറഞ്ഞു, ആരാണത് കേട്ടത്, അയാളിൽ നിന്നും അടുത്തയാള് ആര് കേട്ടു, അയാളിൽ നിന്നും അടുത്തയാൾ ആര് കേട്ടു, ഇങ്ങനെ മുറിയാത്ത കണ്ണികളാൽ സനദുകളാൽ അത് സ്ഥാപിക്കപ്പെട്ടു. അങ്ങനെ സ്ഥാപിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ആ ഓരോ വ്യക്തികളെ കുറിച്ചും പഠിക്കുന്ന, പഠനങ്ങൾ നടത്തുന്ന, അതുപോലെ തന്നെ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെടുന്ന സാഹചര്യമടക്കം ഉണ്ടായി. അഥവാ റിജാലുൽ ഹദീസ് ഓരോരുത്തരും ഈ കണ്ണിയിലുള്ള ഒന്നാം വ്യക്തി ആരാണ്, രണ്ടാം വ്യക്തി ആരാണ്, മൂന്നാം വ്യക്തി ആരാണ്, നാലാം വ്യക്തി ആരാണ് എന്നിങ്ങനെ ഓരോ വ്യക്തിയെ പറ്റിയും കൂടി പഠിക്കുകയും അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഇത്രയും കൃത്യമായ ഒരു സംവിധാനം ഇസ്ലാമിക ലോകത്തല്ലാതെ, ഹദീസുകളുടെ സംരക്ഷണത്തിന്റെ വിഷയത്തിലല്ലാതെ മറ്റൊരു സ്ഥലത്തും കാണാൻ സാധിക്കുകയില്ലെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല അതിലുള്ള ഓരോ പഴുതുകളും അടക്കുകയാണ്. നമുക്ക് ഹദീസുകളുടെ വിഷയത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒന്നാമത്തെ വ്യക്തി കേൾക്കുന്നു, രണ്ടാമത്തെ വ്യക്തി കേൾക്കുന്നു. പക്ഷേ മൂന്നാമത്തെ വ്യക്തിയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം ആദ്യം മദീനയിലായിരുന്നു, പിന്നെ കൂഫയിലേക്ക് പോയി, പിന്നെ ബസ്രയിലേക്ക് പോയി, അതിനുശേഷം ബഗ്ദാദിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മക്ക് ചില പിശക് സംഭവിച്ചിട്ടുണ്ട്. അത് ഇന്ന വർഷത്തിലാണ് ബഗ്ദാദിൽ അദ്ദേഹം എത്തിയത് എങ്കിൽ ബഗ്ദാദിലെത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഹദീസുകൾ ആ രൂപത്തിൽ സ്വീകരിക്കാത്ത അവസ്ഥ. അതല്ലെങ്കിൽ മറ്റൊരു വ്യക്തി അദ്ദേഹം രേഖപ്പെടുത്തിയ രൂപത്തിൽ ഹദീസുകൾ ഉദ്ധരിക്കുന്നയാളാണ്, താൻ രേഖപ്പെടുത്തിയതിൽ നിന്നും ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇന്ന് ഹിജറ 225 അദ്ദേഹത്തിന്റെ വീടിന് തീപിടിച്ചു. അതിനുശേഷം അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത് ഓർമ്മയിൽ നിന്നെടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് അതിൽ ചില അബദ്ധങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കണ്ണിയെ പരിശോധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ വളരെ കൃത്യമായി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. റസൂലിന്റെ ജീവിതത്തെ കുറിച്ചല്ല പറയുന്നത്, റസൂലിന്റെ ജീവിതം ആരിലൂടെയൊക്കെ കടന്നു വന്നോ ആ ഓരോ വ്യക്തികളെ കുറിച്ച് കൂടി പഠിക്കുന്ന, ആ ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളടക്കം രേഖപ്പെടുത്തുന്ന രൂപത്തിൽ ഇത്ര കൃത്യമായി ആധികാരികത ഉറപ്പുവരുത്തിയ മറ്റെന്താണ് ഈ ലോകത്തുള്ളത് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി ചോദിക്കാൻ സാധിക്കണം.